ഹലോ ഗൈസ്. അപ്പോൾ ഇന്നൊരു ദിവസം തുടങ്ങുന്നത് തന്നെ ഞാൻ പുതുതായിട്ടൊരു വാങ്ങിച്ച ചെടിയിൽ പൂ വിരിഞ്ഞ് അതിൻ്റെ ആ ഒരു ഭംഗിയെ കണ്ടുകൊണ്ടാണ്. ഇത് ഞാൻ ഒരു 20 രൂപയ്ക്ക് വാങ്ങിച്ച ചെടിയാണ്. അത് ഇതിൻ്റെ പേരെന്താണെന്നും എനിക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ പൂവിൻ്റെ ആ ഒരു ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണേ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് 2 ദിവസം കഴിഞ്ഞ് എനിക്കും വിരിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു മയിൽ വന്നു. കുറേ നേരം കൊണ്ട് ആശ അതേ ഗേറ്റിൽ തന്നെ കുറേ നേരം കൊണ്ടേ ഇരിക്കുകയാണ്. പട്ടിയുടെ എല്ലാം ഭയങ്കര കുര. എന്നാലും ആളങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കൊന്നും തിന്നാനൊന്നും ഒരു മൂഡൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആൾക്ക്. അങ്ങനെ കുറേ നേരം കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് തുണികളുണ്ടായിരുന്നു. അങ്ങനെ അതിനെല്ലാം കൂടെ കഴുകിയിടാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് വെയിലുണ്ടായിരുന്നു. അങ്ങനെ ആ തുണികളും കുറച്ച് കുട്ടികളുടെ 2, 3 തുണികളായിരുന്നു. 2, 3 അല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. അങ്ങനെ ആ തുണികളെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ഏകദേശം കഴുകി തീർത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴ. ഞാൻ വീട്ടിലോട്ട് പോയിരുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴയായിരുന്നു. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല രീതിയിൽ മഴ. പിന്നെ ഇതെല്ലാം എൻ്റെ അമ്മയുടെ ചെടികളാണ്. കുറേ ഉണ്ട്. മൊത്തത്തിൽ ഒരു പച്ച നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. ശരിക്ക് ചെടി, ഇലച്ചെടിയും പൂക്കളും എല്ലാം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോൻ എന്നെ പാട്ട് പാടി ഉറക്കണയാണ് ഈ കാണുന്നത്. അവൻ കുറേ നേരം കൊണ്ട് എന്നെ ഉറക്കാൻ നോക്കിയാണ്. അപ്പം ഞാൻ തല പൊക്കുമ്പോഴത്തേക്ക് ആശാന് ദേഷ്യം വരും. അങ്ങനെ ഇരുന്ന് എന്നെ ഉറക്കുകയാണ്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ചേട്ടനും കൂടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെടുമങ്ങാട് വരെ ഒന്ന് പോകേണ്ടി വന്നു. അപ്പോഴത്തേക്കൊരു ഫ്രൂട്ട് സലാഡും ഒരു പപ്സും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് റംബൂട്ടാൻ ഉണ്ടേ. അങ്ങനെ ഇതൊരു വെറൈറ്റി റംബൂട്ടാനാണ്. അപ്പം നമുക്കങ്ങനെ ഞാൻ കയ്യെത്തി ഏകദേശം നിറം വന്നതൊക്കെ പറിച്ച് എടുത്തിരുന്നു. നല്ല നമ്മളെ വരിക്കയാണ്. അതേ നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ടേ. തൊട്ടപ്പുറത്തല്ല, കുറച്ചധികം ദൂരെ പോകണം. അപ്പോൾ അവിടോട്ട് ഈ ഇളയ മോന് ഭയങ്കര നിർബന്ധമായിരുന്നു. വെള്ളത്തിൽ ആറ്റിൽ പോകണം, നീന്തണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അവിടെ ഒന്നും ഒഴുക്കി ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളൊന്ന് കാലൊക്കെ ഒന്ന് അവനൊന്ന് നനച്ച് കൊടുത്തിട്ട് പിന്നെ അവിടെ നേരെ ഇങ്ങ് വരികയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഒരു വീഡിയോ എടുത്തേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാനല്ല, ചേട്ടനും എടുത്തുനിന്ന്. അങ്ങനെ നല്ല ഒരു ഞാൻ എന്താ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ്. അങ്ങനെ ആ വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നതാണ് തന്നെ എന്ത് ഭംഗിയില്ലേ. അങ്ങനെ അവന് ആ വെള്ളത്തിലൊക്കെ ഒന്നിറങ്ങി കാലൊക്കെ നനച്ചപ്പോഴത്തേക്ക് നല്ല രീതിയിൽ സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കാണും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ചാറി. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ വീടിൻ്റെ അപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അങ്ങോട്ട് പോയി ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ ഇയാളെ കണ്ടത്. അത് ബട്ടർഫ്ലൈയുടെ പ്യൂപ്പയാണോ എന്ന് എനിക്കറിയത്തില്ല. കുറേ നേരം കൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു, ഒരു അനക്കവും ഇല്ല. അങ്ങനെ കുറേ നേരം കൊണ്ടേ അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് ആലോചിച്ചു, ബട്ടർഫ്ലൈയുടെ പ്യൂപ്പ ഒരു ലാർവയാണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോൾ ഇവിടെ ഒരു മരമുണ്ട്. ആ മരത്തിൽ തന്നെ ഈ ഒരു പ്രാണി കാണും. അത് വർഷങ്ങൾ കൊണ്ടേ ഈ ഒരു മരത്തിൽ ഇങ്ങനെയുണ്ട്. അത് എന്ത് പ്രാണിയെന്നൊന്നും അറിയത്തില്ല. ഏകദേശം നമ്മളെ മയിലിൻ്റെയൊക്കെ ഒരു രൂപമുണ്ട് അതിന്. അങ്ങനെ ആ പ്രാണിയെ കണ്ട് ഇങ്ങനെ തൊടുമ്പോഴത്തേക്കേ അത് ചാടിപ്പോവും. ചാടിപ്പോണ ടൈപ്പാണ്. നമ്മളെ പുൽച്ചാടിയൊക്കെ പോലെ ചാടിപ്പോണ ടൈപ്പാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നല്ല പുള്ളി, മയിലിൻ്റെ പോലത്തെ ഒരു പീലിയുടെ ഒരു പുള്ളിയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഇതാണ്. അത് കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൽ എത്തി. പിന്നെ എൻ്റെ കുറേ കലാവിരുതാണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറേ ഇവിടെ ഞാൻ ഈ കാല് വെച്ചിരിക്കുന്ന സൈഡിലൊന്നും ആദ്യം പാറയില്ലായിരുന്നേ. നേരെ നമ്മളിപ്പോൾ ഞാൻ ഇരിക്കുന്ന പാറയും നേരെ ഡയറക്റ്റായിട്ട് അങ്ങ് ചാടുകയാണ് ചെയ്യാനുള്ളത്. ഇപ്പം അവിടെ ആരൊക്കെ ഇങ്ങനെ പാറയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്നുണ്ടോ ഇറങ്ങി വരുന്നത്. പിന്നെ ഒരുത്തന് നീന്താൻ കൊതിയായിട്ട് പാറയുടെ മണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട്. അവിടെ പേടിയൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് വെള്ളമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുമ്പിൽ തന്നെയാണ് നിൽക്കണം. പിന്നെ മോൾക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കണം. ഞാൻ വീഡിയോ എടുക്കുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീഡിയോ ആണ്. ആ ഒരു പതഞ്ഞ് വരുന്ന ആ ഒരു ഇതും മോളോട്ട് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് എന്നെ ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ചിലവഴിച്ചു കേട്ടോ. ചിലവഴിച്ച് വൈകുന്നേരമൊക്കെ ചായ കുടിച്ചു. പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് വന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷനൊക്കെ പഠിപ്പിച്ചു. കുറച്ച് നേരം ട്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷനൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഒരു 4 തൊട്ട് 5, 6 മണി വരെയാണ്. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വൈകുന്നേരം നേരെ നമ്മൾ മെയിൻ ആളിനെ ഇറക്കി വിട്ടു. സിംബ ഒരു പട്ടിക്കുട്ടിയും കൂടെ ഉണ്ടേ. ഇപ്പം അയാളങ്ങനെ തുറന്നു വിടാൻ പറ്റത്തില്ല. ഇയാൾ പിന്നെ കുഴപ്പമില്ല, കളിപ്രായമാണ്. ഇയാളെ തോന്നുമ്പോൾ ഇയാൾ ഓരോ ആക്ഷൻ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇയാൾ അങ്ങനെ കാവലായിട്ട് കിടക്കും. ഒളിച്ചു നിന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഇതാണ്, കളിയാണ് മെയിനായിട്ട്.
അത് ഞാൻ ഇറങ്ങണം നോക്കിയിരിക്കുകയാണ് കൂടെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടൊപ്പമൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്കൊക്കെ ചോറ് കൊടുക്കാനുള്ള സമയമായി വരെയാണ്. അങ്ങനെ നോക്കുകയാണ് ഞാൻ ഇറങ്ങണോ ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ബൈ.